US-ഉം ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നു വന്ന വഷളായ യുദ്ധത്തിന് താൽക്കാലികമായിട്ടൊരു അറുതി വന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് അവിടെ സീസ്ഫയർ പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾ അറിയണ്ടേ? ഞാൻ വിനയ. പുതിയൊരു ലോക വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധത്തിനുള്ള സീസ്ഫയർ എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക തോറ്റോടി എന്നല്ലാട്ടോ അതിനർത്ഥം. ജസ്റ്റ് മുന്നോട്ട് വെച്ചു. ഇറാൻ അത് അംഗീകരിച്ചു. കാരണം രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നല്ലോ. അങ്ങനെ യുദ്ധത്തിന് ചെറിയൊരു സമാധാനമായെന്ന് അങ്ങനെ പറയാൻ വരട്ടെ. കാരണം ഈ സീസ്ഫയർ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഇറാൻ ഒരു 10 ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഉള്ള സമാധാനം കൂടി പോകും. കാരണം എന്താന്ന് വെച്ചാല് ആ ഡിമാൻഡ്സിലെല്ലാം അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഗൾഫ് കൺട്രീസിൽ കുറയ്ക്കുക എന്നതാണ് ഇറാൻ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ റീജിയണൽ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റി പറയുമ്പോൾ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഗൾഫ് കൺട്രീസിന് മേൽ കുറയ്ക്കുക എന്നത് തന്നെയാണ്. സെക്കൻഡ് വൺ ഫോറിൻ ട്രൂപ്സ് വിഡ്രോവൽ. അത് അമേരിക്കയുടെ മിലിറ്ററി ബേസസ് ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്. ഏകദേശം 30-ലധികം സ്ഥലങ്ങളിലാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസസ് ഉള്ളത്. സോ ഈ മിലിറ്ററി ബേസസ് എല്ലാം ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുക. അതായത് അമേരിക്കയുടെ ആവശ്യം ഇവിടെ ഇല്ലെന്നേ, അത്രേ ഉള്ളൂ. ദെൻ ഫ്രീഡം ഓഫ് നാവിഗേഷൻ. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് പോലെയുള്ള കടലിടുക്കുകളിലൂടെ ഫ്രീ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ ഗൾഫ് കൺട്രീസിന് അധികാരം ഉണ്ടല്ലോ. അതിന് അമേരിക്കയുടെ കൺട്രോൾ അവിടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയാണോ? അല്ല, ആ കൺട്രോൾ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, നിങ്ങളുടെ ആവശ്യമില്ല. അതാണ് തേർഡ് പോയിന്റ്. പിന്നെ നാലാമത്തെ കാര്യം എനർജി സെക്യൂരിറ്റി. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന് മേൽ അമേരിക്ക അവരുടെ അവകാശവാദം അങ്ങ് പിൻവലിച്ച എനർജി സെക്യൂരിറ്റി ഓട്ടോമാറ്റിക്കലി വരും. സോ ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് നോൺ അഗ്രഷൻ പാക്ട്. എന്ന് വെച്ചാല് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന് ലീഗലി ഉറപ്പു നൽകുക. ആറാമത്തേത് റെസ്പെക്ട് ഫോർ സോവർണിറ്റി. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മറ്റൊരു രാജ്യം അംഗീകരിക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ രാജ്യം എന്ത് തന്നെ ചെയ്തോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് മറ്റൊരു രാജ്യത്തിന് ദോഷമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ പരമാധികാരം അംഗീകരിക്കുക. ഇവിടെ ഈ യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ പവർ ആയാല് അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ത്രെട്ടാണ് എന്ന അവരുടെ വിചാരമാണ്. സാധൂകരിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ അവരുടെ പരമാധികാരത്തിന് മേലുള്ള ഒരു അതിക്രമമായിരുന്നു ശരിക്കും ഈ വാർ എന്ന് പറയും. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൗണ്ടർ ടെററിസം കോപ്പറേഷൻ. ടെററിസത്തിന് എതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കുക. ഡയലോഗ് ഓവർ കോൺഫ്ലിക്റ്റ്. ഒരു വാർ നടക്കുമ്പോൾ അതിനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിൽ യുദ്ധതന്ത്രങ്ങളിലേക്ക് പോവാതെ അസോസിയേഷൻ ആണ് വേണ്ടത്. കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ്. ഓക്കെ, ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് വരണം. അമേരിക്കയും ഇസ്രായേലും ഇറാനും എല്ലാം തമ്മിൽ, അല്ലെങ്കിൽ ബാക്കി ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് വരണം. ട്രസ്റ്റ് ഇഷ്യൂ ആണല്ലോ പ്രധാനമായിട്ട് എല്ലാ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. സോ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്. നാറ്റോ പോലെയുള്ള സംഘടനകൾ ബാക്കി രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ലോക നന്മയ്ക്ക് വേണ്ടി കളക്റ്റീവ് സെക്യൂരിറ്റി ഫ്രെയിംവർക്കുകൾ കൊണ്ടുവരിക. ഈ 10 പോയിന്റ്സ് ആണ് ഇറാൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. UN അവതരിപ്പിച്ചു. UN ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇതിന് മേലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. അതുപോലെ തന്നെ ഇതിന് മേല് എന്താവും തീരുമാനം എന്ന് നമുക്കറിയില്ല. കാരണം വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളുണ്ട്, അതിൽ അമേരിക്കയും ഉണ്ട്. സോ ഈ റെസൊല്യൂഷൻ പാസ്സാവും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും താങ്ക് യു.